ഞാൻ വിചാരിക്കുന്നത് ശശി തരൂരിൻ്റെ ഒരു ലോങ് പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ആ, ഈ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹം ജയിക്കില്ല എന്ന്. പിന്നെ എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത്? അദ്ദേഹം ഈ ഐക്യരാഷ്ട്രസഭയിൽ കോഫി അന്നനോട് മത്സരിച്ചല്ലോ. എന്തിനാണ് മത്സരിക്കുക? അവിടെ അറിയാം അദ്ദേഹത്തിന് ജയിക്കില്ല എന്നുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഐക്യരാഷ്ട്രസഭ അധ്യക്ഷനെതിരെ മത്സരിച്ച ഒരാൾ, ഞാൻ ആ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ, AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരാൾ. അപ്പോൾ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നത് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്. BJPക്ക് എന്താണ് ഇപ്പോൾ വേണ്ടത്? BJP പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്ന കോൺഗ്രസ്സിലെ ഒരു PROനെയാണ് വേണ്ടത്. അത് നല്ല രീതിയിൽ BJP ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കുറേ നാളുകളായിട്ട് BJP അതുകൊണ്ട് ചെയ്താണ്. നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും അത് ഏറ്റുപറയുകയും, നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും ദോഷം വരികയും, അമിത്ഷായ്ക്ക് എന്തെങ്കിലും ദോഷം വരികയും, BJPക്ക് എന്തെങ്കിലും ദോഷം വരികയും അത് ഏറ്റുപറയുകയും അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ശശി തരൂർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ അധ്യക്ഷനും ഒക്കെ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുക. കേരളത്തിൽ വരുമ്പോൾ എന്താണ് ചെയ്യുക? കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ കൂടില്ല, ഭരണപക്ഷത്തിരിക്കുന്ന CPMൻ്റെ കൂടെ കൂടും. എന്നിട്ട് കോൺഗ്രസ്സിന് ഇവിടെ എന്താണോ പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. എവിടെയാണോ വാർത്ത ഉണ്ടാകുക, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയും, വാർത്ത ഉണ്ടാകുക ഓപ്പോസിഷനിലായിരിക്കും വാർത്ത ഉണ്ടാവുക. ഭരണപക്ഷത്തിലും അതുപോലെ തന്നെ പാർട്ടിക്കകത്തും വാർത്ത ഉണ്ടാവില്ല. പാർട്ടിക്കകത്തെ പ്രതിപക്ഷമായിരിക്കണം വാർത്തയ്ക്കും ആധാരമാവുക.